നമസ്കാരം, വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. നമ്മൾ ഇന്ന് RCB വേഴ്സസ് GT മാച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. ഓൾറെഡി നമ്മുടെ ഒരു ഷോർട്ട് റിവ്യൂ നമ്മുടെ മല്ലു സ്പെക്ടേറ്റർ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അരുൺ ബ്രോ വന്നിട്ടുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് ഈ ഒരു മാച്ചിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഈ മാച്ചിൻ്റെ ഫസ്റ്റ് ഇൻട്രഡക്ഷൻ നമ്മൾ പറഞ്ഞ കാര്യം, ഹോൾഡർ ടീമിലേക്ക് വന്നു. അരുൺ ബ്രോ നമ്മൾ കുറേ മാച്ചസ് ആയിട്ട് പറയുന്നൊരു കാര്യമാണ് ഹോൾഡർ ടീമിലേക്ക് വരണം എന്നുള്ളത്. ഹോൾഡർ ടീമിലേക്ക് വന്നു, GT ഒരു പോസിറ്റീവായിട്ടുള്ള സ്റ്റെപ്പ് വെച്ചു. പക്ഷേ വീണ്ടും ഞാൻ അതിൽ പറഞ്ഞ പോലെ ഓപ്പറേഷൻ സക്സസ്, പക്ഷേ രോഗി മരിച്ചുപോയെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. എല്ലാം അടിപൊളിയായിട്ട് ബാറ്റ് ചെയ്ത് സായി സുദർശൻ സെഞ്ചുറി അടിച്ചു, ഗില്ല് ബാറ്റ് ചെയ്ത് എല്ലാം ഓക്കെ. പക്ഷേ 205 റൺസ് അടിച്ചു, പക്ഷേ കളി തോറ്റുപോയി. ഇത് തന്നെ ഇവരുടെ സ്ഥിതി എല്ലാ മാച്ചിലും. ആദ്യം തൊട്ട് 210 മേളിലേക്ക് അങ്ങോട്ട് പോകുന്നില്ല, അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. അതാണ് അവസ്ഥ GTയുടെ. എന്താണ് കളി കണ്ടത്? എന്താണ് കളി കണ്ടായിരുന്നു. ഈ പറയുന്ന കൂട്ട് GT എന്ന് പറഞ്ഞൊരു ടീമിനും RCB പൂർണ്ണമായിട്ടും ഔട്ട് പെർഫോം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. എസ്പെഷ്യലി ആദ്യമേ തന്നെ സായി സുദർശൻ്റെ ഒരു നല്ല സെഞ്ചുറി കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. അറ്റ് ദ എൻഡ് ജെയ്സൺ ഹോളറിൻ്റെ നല്ലൊരു ഫിനിഷിംഗ് ടച്ചും. എന്നിരുന്നാൽ തന്നെയും അവരൊരു 20-25 റൺ ഷോട്ടായിരുന്നു. നേരെ മറിച്ച് മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇപ്പോൾ നമ്മുടെ RCBയുടെ സ്ഥിരം ഇപ്പോഴും നായകൻ എന്നാണ് വരുന്നത്, വിരാട് കോഹ്ലിയുടെ ഒരു ബ്ലിസ്റ്ററിങ് ഇന്നിങ്സ്, ദേവദത്ത് പടിക്കലിൻ്റെ ഇൻറ്റൻറ്റീവായിട്ടുള്ള ഗെയിം, തിരിച്ച് പെട്ടെന്നൊരു കൊളാപ്സ്, അവിടുന്ന് ഒരു കൃണാൽ പാണ്ഡ്യ വന്ന് രക്ഷപ്പെടുത്തുന്നു. ഈ പറഞ്ഞിട്ട് ഒരു സിനിമയിൽ എല്ലാം ഉള്ള തൊട്ട് ആക്ഷൻ, ഫൈറ്റ്, സീക്വൻസ്, ചേസ് എന്ന് പറയുന്ന തൊട്ട് എല്ലാം അടങ്ങിയ ഒരു കളിയായിരുന്നു. അറ്റ് ദ എൻഡ് RCB ഏകപക്ഷീയമായിട്ട് ജയിച്ചു. ഇതിൽ എനിക്ക് ഈ മാച്ചിൻ്റെ ഒരു സമ്മറി, ഗില്ല് ഈ മാച്ച് കഴിഞ്ഞിട്ട് പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ സംസാരിക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് ഇവർക്ക് ഇതുവരെ കാര്യം മനസ്സിലായിട്ടില്ല. ഗില്ല് പറയുന്നത് അവരുടെ ബോളിങ്ങിൽ എന്തോ പ്രശ്നം സംഭവിച്ചതുകൊണ്ട് ഈ മാച്ച് തോറ്റെന്നാണ്. അവർക്ക് മിഡിൽ ഓവേഴ്സിൽ വിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഈ മാച്ച് തോറ്റെന്നാണ് ഗില്ല് പറയുന്നത്. പക്ഷേ അവർ തോറ്റത് അവരുടെ ബാറ്റിംഗ് കൊണ്ട് തന്നെയാണെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ബാറ്റിങ്ങിൽ അവർ 20 റൺസ് 25 റൺസ് ഷോട്ടാണ്. അതവർ ഇനി അവർ ചിന്നസ്വാമിയിലും വാങ്കടയിലും കൊൽക്കത്തയിലും ഒക്കെ 200-205 അടിച്ചിട്ട് RCB പോലൊരു ടീമിനെയൊക്കെ ഇത് ചെയ്യാന്ന് പറയുന്നത് അവർ വെറുതെ സ്വപ്നം കാണാന്നുള്ളൂ. അത് തന്നെയാണ് ബേസിക്കലി ഏറ്റവും ഉള്ള പ്രശ്നം. പിന്നെ വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സ്, നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം? വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സിൽ നിന്ന് തുടങ്ങിയാലോ? ഓൾറെഡി നമ്മൾ പവർ പ്ലേയിൽ ഇന്ന് നമ്മൾ രണ്ട് ടീമും ഒരേപോലെ തന്നെയാണ്. ഏകദേശം 57 റൺസ് GT അടിച്ചത്, 58 റൺസ് RCB സ്കോർ ചെയ്തു. അതിനകത്ത് വിരാട് കോഹ്ലി ഇച്ചിരി സ്ലോ ആയി, ബെത്തൽ കുറച്ച് സ്ലോ ആയി. ആ ഏരിയയിൽ എന്താണ് കുറച്ച് സ്ലോ ആയോ RCB? ഇപ്പോൾ RCBയുടെ ബാറ്റിങ്ങിൽ തന്നെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ 4 ഓവർ നമ്മൾ ഇന്നലെ പ്രിവ്യൂവിൽ പറഞ്ഞ പോലെ RCBക്കെതിരെ ആദ്യത്തെ 6 ഓവറെങ്കിലും 6 to 6 മീറ്റേഴ്സിൽ സ്വീമപ്പ് എറിയണം, എങ്കിലേ രക്ഷയുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ ആദ്യത്തെ 4 ഓവർ ആ ഒരു രീതിയിലാണ് GT ബോൾ ചെയ്തത്. അതിൻ്റെ റിസൾട്ട് അവർക്ക് കിട്ടുകയും ചെയ്തു. അതായത് ആദ്യത്തെ ഓവറിൽ തന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ വിരാട് കോഹ്ലിയുടെ അൺഫോർച്ചുനേറ്റ്ലി ഒരു ക്യാച്ച് ഡ്രോപ്പായി. ആദ്യത്തെ ഓവറുകളിൽ തന്നെ ജേക്കബ് ബത്തനിൽ ഒരു ഇൻസൈഡ് എഡ്ജ് ഉണ്ടായിരുന്നു, ബട്ട്ലറിന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. ആദ്യത്തെ ഓവറുകളിൽ തന്നെ ജേക്കബ് ബത്തനിൽ ഒരു ഔട്ട്സൈഡ് എഡ്ജ് ഉണ്ടായിരുന്നു, തേർഡ് മാനിൽ പോയി, അതും ക്യാരി ആയിട്ടില്ല. അതായത് പിന്നെ ആദ്യത്തെ ഓവറുകളിൽ തന്നെ മൂന്നാമത്തെ ഓവറിൽ മറ്റോ ആണെങ്കിൽ ജേക്കബ് ബത്തൽ ഔട്ടാകുകയും ചെയ്തു. അപ്പം അതുവരെ GTയുടെ പ്ലാനിങ്ങും എക്സിക്യൂഷനും ബ്രില്യൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ആദ്യമേ RCB എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റിയത്. പക്ഷെ അതിനുശേഷം ഇപ്പോൾ പറഞ്ഞിട്ട് മസിൽ മെമ്മറി എന്ന് പറയുന്ന പോലെ അവർ ലെങ്ത് മറന്നുപോയി. അവരുടെ പ്ലാനെ അല്ലെ എക്സിക്യൂഷനെ അമ്പേ പാളിപ്പോയി. പിന്നെ വന്ന് എല്ലാവരും ഈ പറഞ്ഞിട്ട് ഒരു 8 മീറ്റർ അല്ലെ ഷോർട്ട് ബോൾ എന്നുള്ള രീതിയിൽ എറിയാൻ തുടങ്ങി. ഇപ്പോൾ കോഹ്ലി എന്ന് പറഞ്ഞൊരു ബാറ്റ്സ്മാന് ഹങ്കറാണ്. പുള്ളിക്ക് ഇതൊന്നും മടുത്തിട്ടില്ല. നമ്മളൊക്കെ ആണെങ്കിൽ മടുക്കും. ഇങ്ങനെ ചേസ് ചെയ്ത് ഒരു വിജയം ഒരു ഹരമായി നമ്മൾ മടുക്കും. പക്ഷെ പുള്ളിക്ക് ഇപ്പോഴും ഒരു മടുപ്പില്ല. അത് ഔട്ടായി പോകുമ്പോഴും പുള്ളിക്ക് നിരാശയാണ്, എനിക്ക് ടീമിനെ എത്തിക്കാൻ പറ്റിയില്ല ഇത്ര അടിച്ചിട്ടും. അതൊക്കെ കാണുമ്പോഴാണ് ഇപ്പോഴും പുള്ളിക്കാരന് ഒരു യങ് ബ്ലഡ് ആണ് എന്ന് തോന്നിപ്പോകുന്നത്.
അതിന് തൊട്ട് പുറകെ വന്ന പുള്ളി 2 പ്രാവശ്യമാണ് തിരിച്ച് വാക്ക് ചെയ്യുമ്പോൾ 2 പ്രാവശ്യമാണ് പുള്ളി ഭയങ്കരമായിട്ട് ഒരു ഇമോഷൻ കാണിക്കുന്നത്. 2 പ്രാവശ്യം അത്ര ഡിസപ്പോയിന്റ്. കാരണം ഇന്ന് അടിച്ച് ഫിനിഷ് ചെയ്യണമെന്നുള്ളൊരു മൈൻഡിലായിരുന്നു പുള്ളി. പുള്ളിയുടെ കാര്യം പറയുമ്പോഴത്തെ ഇടയ്ക്ക് ഞാൻ സ്ലോ ആയി പോയെന്ന് ചോദിക്കാനുള്ള കാര്യം, ഈ ഇന്നിങ്സിൽ നമ്മൾ ഇത്രയും റിലവൻ്റ് ആയിട്ട് ഈ ഒരു ന്യൂ ഏജ് ക്രിക്കറ്റിൽ റിലവൻ്റ് ആവാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേറൊരു പഴയ ഒരു ക്രിക്കറ്ററില്ല. കാരണം ഇന്നാണെങ്കിലും പുള്ളിയുടെ അഗ്രസീവ് ഷോട്ട്സ്, ആ ഒരു ഇൻറ്റൻറ്റ് ഉണ്ടല്ലോ, ഇൻറ്റൻറ്റ് പുള്ളി കറക്റ്റായിട്ട് അത് നാച്ചുറലി വരുന്നതല്ല പഴയ പ്ലേയേഴ്സിന്. പക്ഷേ പുള്ളി അത് ഇവോൾവ് ആവാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ് 2 വർഷമായിട്ട് കൂടിയിട്ടുണ്ട്. സോ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ പുള്ളിയുടെ ഹങ്കർ മാറിയിട്ടില്ല. പുള്ളി എന്തും ചെയ്യാൻ റെഡിയാണ്. ഇപ്പോഴത്തെ റിലവൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ T20 ക്രിക്കറ്റിൻ്റെ ഏത് ന്യൂ പ്ലെയേഴ്സിനെ കൂടെ നിൽക്കാൻ വേണ്ടി പുള്ളിയുടെ ആ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അത് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇടയ്ക്കൊക്കെ പുള്ളി ആ ഒരു സ്ലോ ആയി പോകുന്നുണ്ട്. നമ്മൾ പല ഇതിന് മുമ്പുള്ള ഒരു ഇന്നിങ്സിലും ഇന്നത്തെ ഒരു ഇന്നിങ്സിലും ഇടയ്ക്കൊന്ന് ചെറിയ സ്ലോ ആയി പോകുന്നുണ്ട്. പക്ഷേ പുള്ളിയുടെ ഇൻറ്റൻറ്റിനകത്ത് ഒരു കുറവില്ല, അതിനകത്ത് കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നെ ഒരു കാര്യങ്ങൾ, RCB എന്ന് പറഞ്ഞൊരു ടീം ആയതുകൊണ്ട് തന്നെ പുള്ളി ഒന്ന് ഇച്ചിരി ഇടയ്ക്ക് സ്ലോ ആയി പോയാലും പുള്ളിക്ക് ആ പ്രിവിലേജ് ഉണ്ട്. അവിടെ ചുറ്റും നിന്ന് അടിക്കാൻ അമ്മാതിരി ആൾക്കാർ ആ ടീമിലുള്ളതുകൊണ്ട് അത് ബാധിക്കത്തേ ഇല്ല. അതേസമയം ഈ ഗില്ലോ അല്ലെങ്കിൽ സായി സുദർശനൊന്നും ആ ഒരു പ്രിവിലേജ് ഇല്ല. ഒരാൾ ഡൗൺ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ചുറ്റും ആരും ഇല്ല, എല്ലാവരും ഒരേ തരക്കാരായതുകൊണ്ട് തന്നെ. ഇപ്പം നമ്മളിപ്പോൾ പവർ പ്ലേയിൽ ഡൗൺ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ചിന്നസ്വാമിയിൽ 2005 ശേഷം ഇങ്ങോട്ടുള്ള പവർ പ്ലേ ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ RCBയുടെ അവിടുത്തെ ആവറേജ് 60/1 ആണ്. ഇന്ന് 58/1, ഓൾമോസ്റ്റ് അവിടെ എത്തിയെന്ന് തന്നെ പറയാം. ഇപ്പോൾ GTയുടെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ആ ചിന്നസ്വാമിയിലെ 54 ആണ് പവർ പ്ലേ ആവറേജ് സ്കോർ. പക്ഷേ അവർ ആ പവർ പ്ലേ സെഷൻസിൽ ഔട്ട് പെർഫോം ചെയ്തു, 57/0 എന്നുള്ള രീതിയിൽ പവർ പ്ലേ ശരിക്കും GT ഔട്ട് പെർഫോം ചെയ്തെന്ന് തന്നെ വേണം പറയാൻ ബൈ ബാറ്റിങ്ങിൽ. പക്ഷേ അവർക്ക് ഒരുപാട് പാളിച്ചകൾ പറ്റിയെന്ന് പറയുന്നത് അവരുടെ സ്ട്രൈക്ക് ബാറ്റ്സ്മാനായ ശുഭ്മൻ ഗില്ല് ആദ്യത്തെ 5 ഓവറിൽ ആകെ ഫേസ് ചെയ്തത് 3 പന്താണ്. പവർ പ്ലേ കഴിയുമ്പം ടോട്ടൽ 6 ഓവറായിട്ടുള്ള പവർ പ്ലേ ഫേസ് കഴിയുമ്പോഴത്തേക്കും ശുഭ്മൻ ഗില്ല് ആകെ 7 പന്ത് ഫേസ് ചെയ്തു 9 റണ്ണുമായിട്ട് നിൽക്കുകയാണ്. അതായത് ഹി ഡസൻറ്റ് ഈവൻ ഗെറ്റ് ഹാർഡ്ലി 1 ഓവർ ഇൻ ദ പവർ പ്ലേ. പക്ഷെ അത് ഒരു അതായത് ആരും പ്ലാൻ ചെയ്തൊന്നും സംഭവിക്കുന്നില്ല, പക്ഷേ അത് സംഭവിച്ചു. അത് പൊതുവേ അവരുടെ ഒരു സ്റ്റാർട്ടിങ് ഇൻറ്റൻറ്റിനെ അത് ബാധിച്ചു. അല്ലെന്നുണ്ടെങ്കിൽ അവരൊരു 11-12 വരെയെങ്കിലും പോകേണ്ടതായിരുന്നു. ഇപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഭുവനേശ്വർ കുമാർ പവർ പ്ലേയിൽ സ്ട്രൈക്ക് ചെയ്യും. അതായത് ഭുവനേശ്വർ കുമാർ ഗില്ല് എന്നുള്ളൊരു മാച്ചപ്പ് ഇതിന് മുമ്പ് പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏകദേശം 4 തവണ ഭുവനേശ്വർ കുമാർ ഗില്ലിനെ ഔട്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നേരെ മറിച്ച് ഇന്ന് ഫസ്റ്റ് ഓവറിൽ 2 ഇൻസ്വിംഗ് എറിഞ്ഞു ഗില്ലിന്. രണ്ടാമത്തേൽ പുള്ളി സിംഗിളിട്ട് മാറുകയാണ് ചെയ്തത്. പിന്നെ പുള്ളി സ്ട്രൈക്ക് വരുന്നത് 5-ാമത്തെ ഓവറും കണ്ട. ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ അത്രയും സ്വിങ് കിട്ടിയ സ്ഥാനത്തായിരുന്നെങ്കിൽ ഭുവനേശ്വർ കുമാർ ഒരുപക്ഷെ ഗില്ലിനെ തൂക്കിയേനെ. പക്ഷേ ആ മാച്ചപ്പ് നമ്മുടെ ഫെയിലായിപ്പോയി. പക്ഷേ എന്നിരുന്നാൽ തന്നെയും മറ്റൊരു മാച്ചപ്പ് ഉണ്ടായിരുന്നു ബട്ട്ലറുമായിട്ട്. ബട്ട്ലറിനെ ആണെങ്കിൽ 7 തവണ ഭുവനേശ്വർ കുമാർ ഔട്ടാക്കിയിട്ടുണ്ട്. ഇതും കൂടെ ഇന്നത്തെയും കൂടെ ചേർത്ത് 8 തവണ ബട്ട്ലറിനെ ഔട്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഡിഫറൻസ് പറയുന്നത് മിഡിൽ ഓവേഴ്സിലാണ്. അവിടാണ് ഈ കളി തമ്മിൽ തിരിഞ്ഞു പോയത്. ഇപ്പോൾ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ ടീം ഈ IPL മിഡിൽ ഓവേഴ്സിൽ ഏറ്റവും കൂടുതൽ 6 അടിച്ച ടീമാണ്. 6 ഹിറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ 6 അടിച്ച ടീം ബാംഗ്ലൂരാണ്. അതേ കൂട്ട് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ലോസ്റ്റ് 6 ഹിറ്റിംഗ് ടീം ഡ്യൂറിങ് ദ മിഡിൽ ഫേസ് GTയാണ്. അപ്പോൾ തന്നെ ഇതിൻ്റെ എന്താ ഈ പറയുന്നത്, ഇതിൻ്റെ ഒരു ഗതി നമുക്ക് മനസ്സിലാവും. ഇച്ചിരി ഇൻഡെപ്തായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേവദത്ത് പടിക്കലും കോഹ്ലിയോടുള്ള സെഞ്ചുറി പാർട്ണർഷിപ്പ് വന്നിരിക്കുന്ന 47 ബോൾസിലാണെന്ന് തോന്നുന്നു, 46 ഓർ 47. നേരെ മറിച്ച് GTയുടെ ഗില്ലും ശുഭ്മൻ സായി സുദർശനോടെ 100 റണ്ണിൻ്റെ പാർട്ണർഷിപ്പ് വന്നിരിക്കുന്ന 59 ബോൾസിലാണ്. ആ ഡിഫറൻസ് എത്ര? 12 ബോൾസ്. ആ 12 ബോൾസ്, ആ 2 ഓവറായിരുന്നു ഇന്നത്തെ ടോട്ടൽ കളിയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ആ ഒരു ഇൻറ്റൻറ്റ് അവിടെ കുറഞ്ഞു, മിഡിൽ ഫേസിൽ അവർക്ക് കുറഞ്ഞു പോയതാണ് ടോട്ടലി അവരെ ബാക്ക്ലാഷ് ചെയ്തത്. എനിക്ക് 2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്ന്, ശുഭ്മൻ ഗില്ലിൻ്റെ ആദ്യം പവർ പ്ലേയിൽ ബോൾസ് കുറവാണ് കിട്ടിയെന്നുള്ളത് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ 130 എന്ന് പറയുന്ന സ്ട്രൈക്ക് റേറ്റ് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമോ? അത് ഒരു കാരണവശാലുമില്ല. ഞാൻ പലപ്പോഴും പറയാനുള്ളത്, ന്യൂ ഏജ് T20 എന്ന് പറയുന്നത് കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ഒരുപാട് ഇവോൾവ് ചെയ്തു. ഞാൻ മുമ്പും ഇതേ കൂട്ട് പറഞ്ഞിട്ടുള്ളതാണ്, മുംബൈയുടെ കാര്യത്തിലാണെങ്കിലും. ഇന്നത്തെ കാലത്ത് പവർ പ്ലേയിൽ അല്ലെങ്കിൽ T20-യിലൊരു ഇന്നിങ്സ് ബിൽഡപ്പ് ചെയ്യുക എന്ന് പറയുന്നത് റണ്ണേ ബോളോ അല്ലെങ്കിൽ 6 റൺ പെർ ഓവറോ അല്ലെങ്കിൽ 7 റൺ പെർ ഓവറോ അല്ല. ഇന്നത്തെ ഏജിൽ ഒരു പവർ പ്ലേ അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ആവറേജ് 10 അല്ലെങ്കിൽ 11 പെർ ഓവർ എന്നുള്ള രീതിയിൽ മാറിക്കഴിഞ്ഞു. ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശുഭ്മൻ ഗിൽ അമ്പേ പരാജയമായിരുന്നു. ആകെ 24 പന്തിൽ 3 ബൗണ്ടറിയാണ് പുള്ളി കണ്ടെത്താൻ പറ്റിയത്, 2 4-ഉം 1 6-ഉം.
അതല്ലാതെ പുള്ളിയുടെ സൈഡിൽ നിന്ന് ആദ്യമേ മുതൽ വലിയൊരു ഇൻറ്റൻറ്റഡ് ആയിട്ടുള്ളൊരു കളി കളിച്ചിട്ടില്ല. സായി സുദർശൻ അപ്പുറത്ത് നിന്ന് സ്കോർ ചെയ്യുന്നുണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ടീമിന് ഒരാൾ ഒരു സൈഡിൽ നിന്ന് മാത്രം അറ്റാക്ക് ചെയ്താൽ പോരാ. സായി സുദർശൻ എന്തായാലും സായി സുദർശൻ 170 സ്ട്രൈക്ക് റേറ്റിലാണ് കളിച്ചത്. അപ്പം മറ്റേ സൈഡിൽ ബാക്കിയുള്ളവർ ഒരു 200 അല്ലെങ്കിൽ 200+ സ്ട്രൈക്ക് റേറ്റ് കളിച്ചിരുന്നെങ്കിൽ മാത്രമേ ഒരു 220 230 എന്ന് പറഞ്ഞ സ്കോറിലേക്ക് അവർക്ക് എത്താൻ കഴിയുള്ളായിരുന്നുള്ളൂ. അത് നടന്നില്ല. അത് ഇങ്ങോട്ട് വന്ന ജോസ് ബട്ട്ലർ ആണെങ്കിലും 156 സ്ട്രൈക്ക് റേറ്റിലാണ് കളിച്ചത്, 16 പന്തിൽ 25. വാഷിങ്ടൺ സുന്ദർ ആ ഒരു പൊസിഷനിൽ ആ ഒരു ഗെയിമിൻ്റെ അങ്ങനെ ഒരു സിനാരിയോയിൽ ഒരിക്കലും വാഷിങ്ടൺ സുന്ദറിനെ അല്ല ഞാൻ അവിടെ പ്രതീക്ഷിച്ചത്. ഞാൻ സ്വാഭാവികമായിട്ടും ഹോൾഡർ എന്ന് പറഞ്ഞൊരു കളിക്കാരനെയാണ് അവിടെ പ്രതീക്ഷിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് വാഷിങ്ടൺ സുന്ദർ അതിന് മുമ്പ് ഇറക്കിയത് എന്നെനിക്കിനി അറിയത്തില്ല. ഇനി ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ വല്ലതും നോക്കിയാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ആ സമയത്ത് ഹോൾഡറായിരുന്നു ഇറങ്ങേണ്ടിയിരുന്നത്. അപ്പം നമ്മൾ ഇത്രയും നാൾ ഹോൾഡറിനെ കളിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഇപ്പം കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. 10 പന്തേ പുള്ളി ഫേസ് ചെയ്തിട്ടുള്ളെങ്കിലും 23 റൺ എടുത്തു. പുള്ളി ഒറ്റ ഒരാളാണ് കാരണം ഒരു 180 ഒതുങ്ങിപ്പോകേണ്ട GTA 200 അപ്പുറം കടത്തിയത്. അതിൻ്റെ ഏറ്റവും വലിയ ഡിഫറൻസ് 17 മുതലുള്ള ഓവറുകളാണ്. 17, 18, 19, 20 ഓവർ എടുത്തു കഴിഞ്ഞാൽ ആകെ ലാസ്റ്റ് ഓവറിലാണ് 3 ബൗണ്ടറി പോയിരിക്കുന്നത്. ആ 3 ബൗണ്ടറി അടിച്ചത് ഹോൾഡറാണ്. അതിന് മുമ്പോട്ടുള്ള 4 ഓവർ 3 ഓവറിൽ 17, 18, 19 ഓവറുകൾ ബൗണ്ടറി ഇല്ല. ഒരു ഓവറിൽ 4 റൺ, ഒരു ഓവറിൽ 6 റൺ, ഒരു ഓവറിൽ 7 റൺ. പിന്നെ ആകെപ്പാടെ റണ്ണ് വരുന്നത് ഹോൾഡർ സ്ട്രൈക്ക് ചെയ്ത ഓവറിലാണ്. അപ്പോൾ അതാണ് ഹോൾഡർ എന്ന് പറഞ്ഞൊരു ബാറ്റ്സ്മാൻ്റെ ഇമ്പോർട്ടൻസ് ആ ടീമിൽ. കാരണം ടോപ്പ് ഓർഡറിനെ കൊണ്ട് മാത്രം ജയിക്കാൻ പറ്റത്തില്ല. അറ്റ് ദ എൻഡ് T20 ഒരു സ്ട്രോങ് ഫിനിഷർ അല്ലെങ്കിൽ ലോങ് ലീവർ വേണം, ഒരു 6 അടിക്കാൻ പൊട്ടൻഷ്യലുള്ള. അത് ഇപ്പോഴും ഹോൾഡർ ഒരാളുണ്ട്, പക്ഷെ എല്ലാ കളിയും ഹോൾഡർ കളിക്കണമെന്നില്ല. അതുകൊണ്ട് GT ഇനിയും കഷ്ടമായിരിക്കും. അല്ല, ഹോൾഡർ ശരിക്കും പറഞ്ഞാൽ അവിടെ ഹോൾഡർ മാത്രമേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് ഇപ്പം നമ്മളൊരു ഓപ്ഷൻ, ഇന്നത്തെ മാച്ചിലൊരു ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ടീമിൽ കളിക്കാത്ത ഹോൾഡർ മാത്രമേ ഉള്ളവർക്കൊരു ഓപ്ഷൻ. അല്ലാതെ ഷാറുഖ് ഖാൻ അടിക്കുമോ, അല്ലാതെ തെവാട്ടി അടിക്കുമോ? അവർക്ക് സത്യം പറഞ്ഞാൽ ബാറ്റിംഗ് ലൈനപ്പിൽ താഴേക്ക് ആരും ഇല്ല ഇപ്പോൾ പെട്ടെന്ന് എക്സ്പ്ലോസീവായിട്ട് കളിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ ഏറ്റവും വലിയൊരു ഡിഫറൻസ് എനിക്ക് ഇന്ന് വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സിനെക്കാട്ടിൽ കുറച്ചും കൂടെ ഒരുപാട് മുകളിൽ ഇഷ്ടപ്പെട്ടത് ദേവദത്ത് പടിക്കലിൻ്റെ ഇന്നിങ്സ് തന്നെയാണ്. 55 റൺസ് 27 ബോളിൽ 203 സ്ട്രൈക്ക് റേറ്റ്. എക്സ്പ്ലോസീവ് ബാറ്റിംഗ്, അതിൻ്റെ കൂടെ ക്ലാസിക് ആയിട്ടുള്ള ഷോട്ട്സ്, അതൊരു വലിയ കോമ്പിനേഷനാണ്. അടിച്ച ഷോട്ട്സൊക്കെ, പ്രത്യേകിച്ച് റാഷിദ് ഖാൻ ആ കവറിൽ അടിച്ച 6, അതുപോലെ തന്നെ സ്ക്വയർ ഓഫ് ദ വിക്കറ്റിൽ അടിച്ച 6 ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ പേസ് ബോളേഴ്സിനെ ലെഗ് സൈഡിലേക്ക് യൂസ് ചെയ്തുകൊണ്ട് അടിച്ച 6 എല്ലാം ഒരു എല്ലാം ക്ലാസിക് ഷോട്ട്സ് പോലെയായിരുന്നു. ഒരു സ്ലോഗിങ്ങോ അങ്ങനെ ഒന്നുമില്ല. എങ്കിൽ നല്ല രീതിയിൽ ആ മിഡിൽ ഓവേഴ്സിൽ, കഴിഞ്ഞ മാച്ചിൽ നമ്മൾ പറഞ്ഞാണ് ദേവദത്ത് പടിക്കൽ ആ ഒരു മിഡിൽ ഓവേഴ്സിൽ കളിച്ചത് കൊണ്ട് ഇത് കുറഞ്ഞു, രജത് പട്ടീദർ വരണമായിരുന്നു. പക്ഷേ അത് ഈ ഒരു മാച്ചിൽ അത് നന്നായിട്ട് തിരുത്തി ദേവദത്ത് പടിക്കൽ. ആ പക്കായിട്ട് ആ ഒരു ഫേസ് വിൻ ചെയ്ത് ദേവദത്ത് പടിക്കലാണ്. അവിടുന്ന് പിന്നെ വിരാട് കോഹ്ലി അങ്ങോട്ട് കൂടെ പിടിച്ച് അങ്ങോട്ട് അടിച്ച് കയറിപ്പോയപ്പോഴത്തേക്ക് എനിക്ക് 15 ഓവർ ആയപ്പോഴത്തേക്ക് 171 എത്തി 15 ഓവേഴ്സിൽ. അപ്പോൾ തന്നെ കളി ജയിച്ചു. പിന്നുള്ളത് ഒരു കൊളാപ്സ് എന്ന് പറയാൻ പറ്റത്തില്ല. ജിതേഷ് ശർമ്മ അടിച്ചതും അതുപോലെ തന്നെ ഒരു 6 ഒരു 4 അടിച്ചു. പിന്നീട് പട്ടീദർ വന്നിട്ട് ഫേസ് ചെയ്ത സെക്കൻഡ് ബോളിൽ തന്നെ 6 ആണ് അടിക്കുന്നത്. സോ ആ ഇൻറ്റൻറ്റ് ക്ലിയർ ആണ്. വിക്കറ്റ് പോയെന്നുള്ളത് ശരിയാണ്, പക്ഷേ അവരെവിടെയും സ്റ്റോപ്പ് ചെയ്തില്ല. വന്ന ബാറ്റ്സ്മാൻമാരിൽ ആ ഇൻറ്റൻറ്റ് അങ്ങനെ തന്നെ. കൃണാൽ പാണ്ഡ്യ അടി കിട്ടിയതിൻ്റെ ദേഷ്യത്തിൽ തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ടായിരുന്നു, വെട്ടുമായിരുന്നു ബോളിന്. അടി സ്ക്വയർ ഓഫ് ദ വിക്കറ്റിൽ ഒരു 4 അടിച്ചതൊക്കെ ഇങ്ങനെ അടിക്കുമായിരുന്നു ആ ദേഷ്യത്തിൽ. കാരണം അമ്മാതിരി അടി ഇന്ന് കിട്ടി. മറ്റേ ബൗൺസറൊന്നും വർക്കായില്ല. നമ്മുടെ സായി സുദർശൻ ആ ബൗൺസർ 6 അടിച്ച്, സത്യം പറഞ്ഞാൽ ഞാൻ അത് എൻജോയ് ചെയ്തു കേട്ടോ. എനിക്ക് പുള്ളിക്ക് 2 റൺ കിട്ടിയതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം പുള്ളിയുടെ ഒരു മറ്റേ ഉടായ്പ് ആക്ഷനും ഉടായ്പ് പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിന് ഇടയ്ക്ക് ഇങ്ങനെ കിട്ടുന്നത് നല്ലതാണ്. ഹോൾഡറും കൊടുത്തു 2 എണ്ണം ലാസ്റ്റ് ഓവറിൽ. ഈ പുള്ളിയുടെ 2 വെറൈറ്റി ബോളിലും ഇന്ന് കിട്ടി. ആ സൈഡ് ആം ആക്ഷനിൽ ലീൻ ചെയ്ത് എറിയുന്ന ബോളും ഫസ്റ്റ് ബോൾ 6 ആയിരുന്നു, ബൗൺസർ എറിഞ്ഞതും ഫസ്റ്റ് ബോൾ 6 ആയിരുന്നു. ഇപ്പോൾ സായി സുദർശൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സായി സുദർശൻ RCBക്കെതിരെ നല്ല ഒരു റെക്കോർഡുള്ള ഒരാളാണ്. സായി സുദർശൻ RCBക്കെതിരെ ആവറേജ് തന്നെ 53. നേരെ മറിച്ച് വിരാട് കോഹ്ലി GTക്കെതിരെ അതിനും നല്ല ആവറേജാണ്. GTക്കെതിരെ വിരാട് കോഹ്ലിയുടെ ആവറേജ് 88 ആണ്. അതിനകത്ത് തന്നെ 3 50, ഇന്നത്തെ കൂടെ കൂട്ടി 4 50, ഒരു സെഞ്ചുറി ഉള്ള ആളാണ് വിരാട് കോഹ്ലി. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു മാച്ചപ്പ് തന്നെയാണ്. അത് എവിഡൻ്റായി എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നേരെ മറിച്ച് കൃണാൽ പാണ്ഡ്യയുടെ കാര്യം പറയുമ്പോൾ ഇന്ന് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും പുള്ളിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി. 20ാമത്തെ ഓവർ ഒരു സ്പിന്നർ, അത് ഹോൾഡർ ബാറ്റ് ചെയ്യുമ്പോൾ ഞാൻ 5 6 ആണ് എൻ്റെ മനസ്സിൽ വിചാരിച്ചിരുന്നത്. അത് 2 6-ലും ഒരു 4-ലും ഒതുക്കിയെന്നുണ്ടെങ്കിൽ അത് കൃണാൽ പാണ്ഡ്യയുടെ കഴിവ് തന്നെ. അതും ആ ഇഞ്ചറി ആയിട്ട് വന്ന് എറിഞ്ഞു.
എന്നുള്ള കമ്മിറ്റ്മെന്റ് നമ്മൾ കാണാതെ പോകരുത്. കാരണം വേറെ ആ റസീഖ് പിന്നെ ദാസാനെ ഇന്നേ വരെ ഒരു 4 ഓവർ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. വേറെ പ്രത്യേകതയുണ്ട്. ഈ 130 സ്ട്രൈക്ക് റേറ്റിൽ കളിച്ച ശുഭ്മൻ ഗിൽ വരെ അടിച്ചിരുന്നു സിക്സ്, കൃണാൽ പാണ്ഡ്യ. അതാണ് ആ സിക്സ്. പക്ഷേ അതെ. ഷോട്ടൊക്കെ അടിപൊളിയാണ്. ഈ രണ്ടുപേരും അടിപൊളിയാണ് കേട്ടോ കളിക്കുന്ന കാണാൻ. ഷായ് സുദർശന്റെ ഷോട്ട്സ് ഒക്കെ ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. അതുപോലെ തന്നെ ശുഭ്മാൻ ഗില്ലും അടിക്കുന്ന ഷോട്ട്സ് ഒക്കെ അടിപൊളിയാണ്. അതിനകത്ത് നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷേ ഇവരെല്ലാം കൂടെ ഒരു ടീമിൽ വന്ന് പെട്ടുപോയതാണ് ഇപ്പോൾ വിനയായിട്ടിരിക്കുന്നത് ജി ടിക്ക്. ടോപ്പ് 4ൽ 3 പേരാണ്. വാഷിംഗ്ടൺ സുന്ദറൊക്കെ എന്താണ് എൻ്റെ ബാറ്റിങ്ങിൽ ഒരു തലവേദന. സത്യം പറഞ്ഞാൽ വാഷിംഗ്ടൺ സുന്ദറിനെ കാണുമ്പോൾ തന്നെ മൂഡ് പോകും കളി കാണാനുള്ള. ഒരു ഇതുപോലെ നെഗറ്റീവ് തരുന്ന ഒരു ഫീല് വൈബ് വരുന്ന ഒരു പ്ലെയർ വേറെ ഇല്ല. ക്യാച്ച് ഫസ്റ്റ് വന്നിട്ട് വിരാട് കോഹ്ലി ക്യാച്ചും കൂടെ വിട്ടപ്പോഴത്തേക്ക് പൂർത്തിയായി. അതെ, ഇപ്പം ഇവർ കൂടുതലും ഈ സായ് സുദർശൻ ആണെങ്കിലും ശുഭ്മൻ ഗിൽ ആണെങ്കിലും ഒക്കെ ടച്ച് പ്ലേയേഴ്സാണ്. അതായത് ബോളിൽ കൂടുതലും അവർ മിഡിൽ ഹാൻഡ് യൂസ് ചെയ്ത ആംഗിൾ, അതായത് ആംഗിൾ പ്രയോജനപ്പെടുത്തി ടച്ച് പ്ലേസ് എന്ന് പറയും. അവരൊന്നും ഹിറ്റേഴ്സ് അല്ല, ലോങ് ലീവേഴ്സ് അല്ല. അപ്പം അങ്ങനെ ഒന്നിൽ കൂടുതൽ ഒരാൾ ടച്ച് പ്ലേസ് T20 ക്ലിക്കാകുക എന്ന് തന്നെ പറയുന്നത് വലിയ കാര്യമാണ്. ഇപ്പോൾ കെയ്ൻ വില്യംസണൊക്കെ എക്സ്ട്രീംലി അതിൻ്റെ വലിയ എക്സാമ്പിളാണ്. അപ്പോൾ അവർ അങ്ങനെയുള്ളവരൊക്കെ T20 പരാജയപ്പെട്ട് കണ്ടിട്ടുള്ളൂ. പക്ഷേ സായ് സുദർശൻ കമ്പാരിറ്റീവ്ലി T20 നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. പക്ഷേ ഈ ഇൻറ്റൻറ്റ് പോരാ സത്യം പറഞ്ഞാൽ. ഈ 60 പന്തയിൽ സെഞ്ചുറി എന്ന് പറയുന്നത് ഓക്കെ, സെഞ്ചുറി തന്നെയാണ്. 60 പന്തയിൽ അടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ 10 റണ്ണിൻ്റെ ആവറേജേ വരുന്നുള്ളൂ ഓവർ. അത് മതിയോ അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ അതിനനുസരിച്ച് സൈഡിൽ കൂടെ സപ്പോർട്ട് കൊടുക്കണമായിരുന്നു. ഇതിപ്പം അതും നടന്നില്ല എന്നുള്ളതാണ് പറ്റിയത്. ഇതിൽ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ പാർട്ട്ണർഷിപ്പ് 128 ആണ്. ഇവർ പാർട്ട്ണർഷിപ്പ് ഫസ്റ്റ് വിക്കറ്റ് പാർട്ട്ണർഷിപ്പ് വിക്കറ്റ് പോവാതെ ആ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 168 ആണ്. സോ ആ ഒരു സ്ട്രൈക്ക് റേറ്റ് വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ 200 വരെ സ്കോർ പോകത്തുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് അവർ ബാറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സ്ട്രൈക്ക് റേറ്റിൽ ഇവർ ഒരു വലിയ ചങ്ക് 20 ഓവേഴ്സിൻ്റെ വലിയൊരു ചങ്ക് അവർ രണ്ടുപേരും കൂടെ അങ്ങ് തിന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ബാക്കിയുള്ളവർക്ക് എത്രത്തോളം ഇതുണ്ട്. പിന്നെ അവരുടെ ബാക്കിയുള്ള ബാറ്റ്സ്മാർക്ക് എക്സ്പ്ലോസീവ് ബാറ്റിനുള്ള ബാറ്റ്സ്മാരും കൂടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോയി. കറക്റ്റ് അവർ ബാറ്റ് ചെയ്ത് അതേ സ്കോറിൽ തന്നെ വന്നെത്തി. ഇതിനകത്തിൽ പറയേണ്ട കാര്യം, ലാസ്റ്റ് 9 ഓവറിൽ അവർക്ക് ആകെ 11 ബൗണ്ടറി മറ്റേ ഉള്ളൂ. അതാണ് പറയുന്ന ഒരു ഏറ്റവും വലിയ, അതായത് മിഡിൽ ഓർഡറിൻ്റെ അല്ലെ ഫിനിഷറിൻ്റെ സ്ട്രെങ്ത് ഇല്ലായ്മ വളരെ എവിഡൻ്റ് ആയിട്ട് കാണിക്കുന്നത് അതുകൊണ്ടാണ്. ലാസ്റ്റ് ഈ 9 ഓവറിൽ ആകെ 11 ബൗണ്ടറി ഉള്ളൂ. അതായത് 13 ഓവർ 14 ഓവർ വരെ RCB ഹെഡ് ടു ഹെഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് RCB ഔട്ട് പ്ലേ ചെയ്ത് പോയത്. കാരണം ആ ഒരു ഫേസിൽ ഇവർക്ക് ബൗണ്ടറി ഡ്രൈ ആയിപ്പോയി, റണ്ണ് വരുന്നില്ല. അതാണ് പറ്റിയത്. ഇപ്പോൾ വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, വിരാട് കോഹ്ലി ഈ പറഞ്ഞിട്ടൊരു എവല്യൂഷണൽ പ്ലെയർ ആയി. അതായത് ഈ ഒരു ഫോർമാറ്റിലേക്ക് പുള്ളി കംപ്ലീറ്റ്ലി മാറി. ഇപ്പോൾ T20 നിന്നും റിട്ടയർ ചെയ്തു, ടെസ്റ്റിൽ നിന്നും റിട്ടയർ ചെയ്യാനൊക്കെ പൂർണ്ണമായി ഇപ്പോൾ IPL വൺ ഡേ മാത്രമേ കളിക്കുന്നുള്ളൂ. ഈ കോഹ്ലി ഈ കളിക്കുന്ന, അതായത് ഇന്ന് ക്യാച്ച് ഡ്രോപ്പ് ചെയ്തൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അതേ ഷോട്ട് പുള്ളി വൺ ഡേയിൽ കളിക്കുന്നതാണ്. പക്ഷേ വൺ ഡേ കളിക്കുമ്പം ആ ബോൾ ഡൗൺ ദ ഗ്രൗണ്ടാണ് അടിക്കുന്നത്. T20 വരുമ്പോഴത്തേക്കിന് പുള്ളി ഈ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ഏരിയൽ ഷോട്ട് ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, ആദ്യത്തെ 6 ഓവേഴ്സ് തന്നെ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഷോട്ട് ഏരിയലായി പോകുന്നത്. അത് തൊട്ട് അടുത്ത ഓവറിൽ റബാഡയുടെ നമുക്ക് സെയിം ഇത് കാണാം. പക്ഷേ ഇച്ചിരി ലെഫ്റ്റ് ആയിപ്പോയി ഫീൽഡറേന്നേ ഉള്ളൂ. ഇതിന് മുമ്പ് വിരാട് കോഹ്ലിക്ക് ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടായിരുന്നു തൈ പാഡിൽ. അത് എക്സ്പ്ലോർ ചെയ്തത് ട്രെൻറ്റ് ബോൾട്ടാണ്. സ്ഥിരം പുള്ളി ഫ്ലിക്ക് ചെയ്ത് ഡീപ്പിൽ ക്യാച്ച് പിടിച്ചായിരുന്നു ഒരു സീസൺ മൊത്തം ഔട്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേ കൂട്ടാണ് ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ഒരു സെഗ്മെൻ്റാണ് ഈ ഷോട്ടും ആ ഒരു ഫീൽഡ് സെറ്റപ്പും. അത് കൃത്യമായി സ്റ്റഡി ചെയ്തുകൊണ്ടാണ് സിറാജ് വന്നതും, കൃത്യമായ പ്ലാനിങ്ങോട്ടാണ് അത് എക്സിക്യൂട്ട് ചെയ്തതും. വാഷിംഗ്ടൺ സുന്ദർ ആ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞിട്ട് 4 ഓവർ മാറ്റി 2 ഓവറുടെ സെയിം ലെങ്തിലാണ് സീമ ട്രൈ ചെയ്തിരുന്നുവെങ്കിൽ ദ റിസൾട്ട് കുഡ് ഹാവ് ബീൻ എൻറ്റയർലി ഡിഫറെൻറ്റ് എന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ട്. റിസൾട്ട് അങ്ങ് മാറുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ കുറച്ചും കൂടെ സ്ട്രഗിൾ ചെയ്തതന്നെ ഒരു പക്ഷേ റിസൾട്ട് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു സ്കോർ എങ്ങനെയായാലും അവർ മീൻസ് ഇപ്പോൾ ഷെപ്പേഡൊന്നും ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ട് പോലുമില്ല. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചേസ് ചെയ്യുമെന്ന് തന്നെ എനിക്ക് ഈ സ്കോർ കണ്ടപ്പോൾ തന്നെ RCB ഈസിലി ചേസ് ചെയ്യുമെന്ന് തന്നെയാണ് തോന്നിയത്. അതിനകത്തൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ഫാക്ടർ ഒന്നും വന്ന് ചിന്ന സമയം എന്ത് ചെയ്യാനാണ്. അതുമാത്രമല്ല അവരുടെ ബോളേഴ്സ് അങ്ങനെ അത്ര ഡെഡ്ലി ആയിട്ട് ഇത് നിൽക്കുന്ന ബോളേഴ്സും അല്ല. അവരുടെ സ്ട്രെങ്ത് എന്ന് അപ്പോൾ പറയുന്നത് 8 മീറ്റർ പ്ലസ് ഷോർട്ട് ബോൾസ് ആണ്. അത് നമ്മൾ പ്രിവ്യൂവിൽ പറഞ്ഞ പോലെ ആ ഒരു ലെങ്ത് ഇവിടെ വർക്ക് ആവത്തില്ല. അതുകൊണ്ട് ഇവർ എന്ന് പറയുന്ന ഒരു ത്രെട്ട് നെഗ്ലക്റ്റ് ചെയ്താൽ, നമ്മൾ പ്രിവ്യൂവിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, അത് സംഭവമേ ഇവിടെ വർക്ക് ആവത്തില്ല. ഞാൻ ഇന്ന് പ്രസിദ്ധ് കൃഷ്ണ കളിക്കുമെന്ന് പോലും വിചാരിച്ചില്ല. കാരണം പ്രസിദ്ധ് കൃഷ്ണ ഓക്കെയാണ്, 12 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ 9 വിക്കറ്റും
8 മീറ്റർ അല്ലെങ്കിൽ ഷോർട്ട് ബോൾ എറിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിവിടെ വർക്ക് ആവത്തില്ല. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ 2 ഓവറിൽ തന്നെ പുള്ളി 30 ചില്ലറ റൺ അടിച്ചു. പിന്നെ പുള്ളിക്ക് ബോളിംഗ് കൊടുത്തില്ല. മനസ്സിലായി. അപ്പം അത് ഓക്കെ, ഇച്ചോടൊന്ന് മാച്ചപ്പ് അല്ലെങ്കിൽ അതോടൊന്ന് റീ അനലൈസ് ചെയ്യണമായിരുന്നു. GT ആസ് എ ടീം ഭയങ്കര മോശമാണ് ഈ സീസണിൽ. കഴിഞ്ഞ സീസണിലും ഇതേ ടീമായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെയാണ് അവർ ഈ ഒരു മോഡേൺ ഡേ ക്രിക്കറ്റിലേക്ക് അല്ലെങ്കിൽ T20 ഇവല്യൂഷനോട്ട് അവരിപ്പോഴും എത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് GT-യുടെയും RCB-യുടെയും ഒരു ഫൈനൽ ഒരു വെഡിക്റ്റ് പറയുന്നതിന് മുമ്പ് റാഷിദ് ഖാൻ വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. റാഷിദ് ഖാൻ്റെ ഇപ്പോൾ ബോളിംഗ് ആക്ഷൻ, ഇപ്പോൾ അതുപോലെ തന്നെ പരിക്കിന് ശേഷമുള്ള ഒരു ഡിക്ലൈൻ, അപ്പോൾ നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ മാച്ചിൽ നമ്മൾ എവിഡൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഇന്ന് വിരാട് കോഹ്ലി അടിച്ച 6 ഒക്കെ വളരെ ഷോർട്ടായി പോയി. ആ ബോൾ പുള്ളിക്ക് ലെങ്ത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല പഴയതുപോലെ. പണ്ട് റാഷിദ് ഖാൻ എറിഞ്ഞുകൊണ്ടിരുന്നത് റണ്ണപ്പ് വന്നിട്ട് ലാസ്റ്റിൽ ജമ്പിൽ പുള്ളി മാക്സിമം ത്രോട്ടലാണ് എറിഞ്ഞുകൊണ്ടിരുന്നത്. അതായത് റിലീസ് ചെയ്യുന്ന തന്നെ ഫുൾ പ്രഷറിലാണ് പുള്ളി റിലീസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ പ്രഷർ മൊത്തം ബാക്ക് സൈഡ് അല്ലെ ബാക്ക് ബോൺ എടുത്തുകൊണ്ടിരുന്നതാണ്. അങ്ങനെയാണ് അവിടെ കംപ്രഷൻ സംഭവിച്ചത്. അവിടെ എനിക്കൊന്ന് L4 L5 കാണാൻ തോന്നുന്നു സർജറി കഴിഞ്ഞതും. പിന്നെ ആ ഒരു രീതിയിൽ പ്രഷർ എടുക്കാൻ പറ്റത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അല്ലേ പുള്ളി കരിയറിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. മനസ്സിലായി. അപ്പം അതുകൊണ്ട് പുള്ളിയുടെ ആംഗിൾ തന്നെ മാറ്റി. 10 ഡിഗ്രിയോളം പുള്ളിയുടെ ബോളിംഗ് ആംഗിൾ തന്നെ ഡിഫ്ലക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പം അതിനുശേഷം പുള്ളിക്ക് ആ ഒരു പഴയ പേസും ആ ഒരു പഴയ വേരിയേഷനും ആ പഴയ ലെങ്തും കിട്ടുന്നില്ല. പുള്ളി എത്രയൊക്കെ എറിഞ്ഞിട്ട് വന്നാലും ബോൾ ഷോർട്ടായിട്ട് തന്നെ ചെല്ലുന്നുള്ളൂ. അത് ഈസിലി എടുത്ത് ഡീകോഡ് ചെയ്ത് അതായത് പഴയൊരു പേസ് ഇല്ല പുള്ളിയുടെ. മനസ്സിലായി. പിന്നെ ലെങ്തും പുള്ളി വിചാരിക്കുന്നതൊട്ട് കറക്റ്റായിട്ട് എറിയാനും പറ്റുന്നില്ല. ഒരു പ്രൈം റാഷിദ് ഖാൻ കഴിഞ്ഞു. ഒരു 2 വർഷം ഈ സർജറി, അതായത് പോസ്റ്റ് സർജറി വേറൊരു റഷീദ് ഖാൻ ആയിരുന്നു. ആഫ്റ്റർ സർജറി ഇപ്പം നമ്മൾ കാണുന്നത് വേറൊരു റഷീദ് ഖാനാണ്. ഏറ്റവും നല്ല എക്സാമ്പിൾ ഈ കഴിഞ്ഞ കുറച്ച് ഓവറുകൾ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് കളികളിലെ സ്റ്റാറ്റ് നമുക്ക് എടുത്ത് നോക്കാം. അതിൽ റഷീദ് ഖാൻ എന്ന് പറഞ്ഞൊരു പേരങ്ങ് മാറ്റാം. വേണമെങ്കിൽ അരുൺ ബ്രോന്നോ അല്ലെന്നുണ്ടെങ്കിൽ അംബരീഷ് ബ്രോന്നോ ഇടാം. ആ ഓവർ എറിഞ്ഞിരിക്കുന്നതും ആ റൺസ് കൺസിഡർ ചെയ്തിരിക്കുന്നതും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും പുള്ളിയെ കളിപ്പിക്കുമോ? ഒന്നുകൂടെ ചിന്തിക്കും. കാരണം അവർക്ക് ഒരുപാട് സ്പിന്നേഴ്സ് ഉണ്ട് ഡഗ് ഔട്ടിൽ. മനസ്സിലായി. അപ്പം അത് ഇപ്പോഴും ഒരു പ്രശ്നമായിട്ട് തന്നെ നിൽക്കുന്നു. അത് അവർ തന്നെ പരിഹരിക്കേണ്ട ഒരു കാര്യമാണ്. ദേ നീഡ് ടു ടേക്ക് എ ബിഗ് കോൾ. എനിക്ക് തോന്നുന്നു അവരുടെ ടീമിനകത്തിൽ റഷീദ് ഖാനാണെന്ന് തോന്നുന്നു ഫസ്റ്റ് റിട്ടൻഷൻ 18 കോടിക്ക് കണ്ട്. ശുഭൻ ഗിൽ എന്തോ സെക്കൻഡ് റിട്ടൻഷൻ കണ്ടാണ് അവർക്ക്. അപ്പം അത്രയും കാശ് കൊടുത്ത് പുള്ളിയെ വെക്കണോ? ദേ ഹാവ് ടു ടേക്ക് സം ബിഗ് കോൾസ് ഫോർ ദ നെക്സ്റ്റ് സീസൺ ഫോർ ഷുവർ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇനിയിപ്പോൾ GT-യുടെയും RCB-യുടെയും ടെസ്റ്റ് ഈ ഒരു പൊസിഷൻ നോക്കുകയാണെങ്കിൽ GT 7ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല നെക്സ്റ്റ് മാച്ച് ഈ സൺഡേ തന്നെ GT-ക്ക് മാച്ചുണ്ട് ചെന്നൈയുമായിട്ട്. അതിനുശേഷം വരുന്ന തേഴ്സ്ഡേ RCB-യുമായിട്ടൊക്കെയാണ് മാച്ച് വരുന്നത് GT. അപ്പോൾ മുന്നോട്ടുള്ള യാത്ര കഠിനമാണ് GT-യെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും ഇപ്പം ചെന്നൈയിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെയും ചെന്നൈയിൽ ഇച്ചിരി ഡീപ് ബൗണ്ടറീസ് ഉള്ളത് കൊണ്ടും അവിടെ ഈ പറഞ്ഞിട്ട് ഒരു 8 മീറ്റർ ഷോർട്ട് ലെങ്ത് പരിപാടി എക്സിക്യൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അവിടെ നടക്കും. അവിടെ സഞ്ജു സാംസൺ ഒഴികെ ബാക്കി എല്ലാവരും സ്ട്രോങ് അല്ല ഒരു പുള്ള് ഷോട്ട് കളിക്കാനോ അല്ലെങ്കിൽ ഫ്ലിക്ക് ഷോട്ട് കളിക്കാനോ. ഇപ്പോൾ രുദ്രാജ് ഗെയ്ക്വാദിനാണെങ്കിലും അതൊരു വീക്ക്നെസ് ആണ്. അടിച്ച് ത്രോട്ടിൽ കയറി പണ്ട് ഹേസൽവുഡ് സ്ഥിരം എടുക്കുന്നത് അങ്ങനെയായിരുന്നു രുദ്രാജ് ഗെയ്ക്വാദിനെ. പുറകിലോട്ടുള്ള ഹിസ്റ്ററി നോക്കിയാൽ നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് ഇപ്പം ശിവൻ ദൂബെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിലുള്ള ലെങ്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ബ്രൂസിനെ കഴിഞ്ഞതാണ് ഔട്ടാക്കിയത് പോലും ഷോർട്ട് ബോൾ എറിഞ്ഞിട്ടാണ്. ഈ അശ്വിനി കുമാർ തന്നെയാണെങ്കിലും. നേരെ മറിച്ച് അതിനകത്തോട്ട് വരുമ്പോഴത്തേക്കിന് കാർത്തിക് ശർമ്മ എങ്ങനെയാണ് ഫസ്റ്റ് ഷോർട്ട് ബോൾസ് കണ്ട പോലും ഇല്ലായിരുന്നു പുള്ളിയുടെ ആദ്യത്തെ കളി വന്നപ്പം. പക്ഷേ എന്നിരുന്നാൽ തന്നെ കഴിഞ്ഞ കളി പുള്ളിക്കെതിരെ ആരും ഷോർട്ട് ബോൾ എറിഞ്ഞതുമില്ല. അപ്പോൾ ആ ഒരു ലെങ്ത് ചെന്നൈ ടീമിനെതിരെ വർക്കൗട്ട് ആവേണ്ടതാണ്. ആ ബാറ്റ്സ്മാർ ഓബിയസ്ലി അതിനുവേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അവരനുസരിച്ചുള്ള രീതിയിലുള്ള പിച്ചിട്ടായിരിക്കും കൊടുക്കുന്നതും. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പോഴും സ്റ്റിൽ ആ ടോപ്പ് 3 ഡിപ്പെൻഡൻ്റ് ആയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ GT ക്യാൻ ചേസ് മാക്സിമം അപ് ടു 200 എന്നുള്ള നിലയിലാണ് പോകുന്നത്. അതിനപ്പുറത്തേക്കൊന്നും പോയി കഴിഞ്ഞാൽ നടക്കത്തില്ല. അത് എനിക്ക് തോന്നുന്നു ആകെ GT-ക്ക് അഡ്വാൻറ്റേജ് ഉള്ളൊരു ഗ്രൗണ്ട് ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ ലക്നൗവിൻ്റെ ഹോം ഗ്രൗണ്ടാണ്. ഏക്കാന ഗ്രൗണ്ടിൽ മാത്രമാണ് GT-ക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്നത് ഏത് ടീമിനും കൂടെ അല്ലെങ്കിൽ എല്ലാ മാച്ചും അവിടെ കളിക്കേണ്ടി വരും അവർക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് RCB-ലേക്ക് വരാം. RCB നെക്സ്റ്റ് മാച്ച് വീണ്ടും GT-ആയിട്ട് ഒരു മാച്ചും കൂടെ ഉണ്ട്. അതല്ല മൺഡേ ഡൽഹിയായിട്ട് RCB-ക്ക് ഒരു മാച്ചുണ്ട്. സോ ഇതാണ് RCB-യുടെ മുമ്പിലുള്ള ഷെഡ്യൂൾ. മൺഡേ നൈറ്റാണ് കളി. ഡൽഹിയിലാണെങ്കിൽ കൂടുതലും ബ്ലാക്ക് സോയിലാണ്. ഡൽഹിയിൽ ഓൾറെഡി കോഹ്ലിക്ക് നല്ല റെക്കോർഡാണ് അവിടെ ഉള്ളതും.
ഡൽഹിയിലും ഈ നൈറ്റ് കളി ആയതുകൊണ്ടും പറയുന്ന പോലെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. അൺടിൽ ആൻഡ് അൺലെസ് ഇപ്പോൾ ഡൽഹിക്ക് ഏറ്റവും വലിയ സ്ട്രഗിൾ എന്ന് പറയുന്നത് ഇപ്പം നാളത്തെ കളിയാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഡൽഹിക്കും എനിക്ക് തോന്നുന്നു ഡൽഹിയും പഞ്ചാബുമായിട്ട് ആ സെയിം ഗ്രൗണ്ടിൽ തന്നെയാണ് കളി, ഡൽഹിയിലാണ് കളി, അവിടെയും ബ്ലാക്ക് സോയിൽ തന്നെയാണ്. അവർക്ക് ഇപ്പോഴും പ്രശ്നം എന്ന് പറയുന്നത് ഒരു അപ്പ് ഫ്രണ്ട് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബോളർ ഇല്ല. അത് സ്റ്റാർക്ക് എപ്പോൾ വരുമെന്നോ അല്ലെങ്കിൽ സ്റ്റാർക്കിന് പറഞ്ഞ റീപ്ലേസ്മെൻ്റ് ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും അവർക്കൊരു ക്ലാരിറ്റി ഇല്ല. രണ്ടാമത്തെ കാര്യം, അവർ ടോപ്പ് ഓർഡർ ഈ സീസൺ മൊത്തം പരാജയമായി മാറുവാണ്. ഇപ്പോൾ കഴിഞ്ഞ കളിയാണെങ്കിൽ ആകെപ്പാടെ ടേക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നത് നിതീഷ് റാണയുടെ ഒരു സെഞ്ചുറി മാത്രം, ഹാഫ് സെഞ്ചുറി മാത്രമാണ്. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ടോപ്പ് 4 എന്ന് പറയുന്ന അമ്പേ പരാജയമാണ് ഈ ടോട്ടൽ സീസണിൽ. ഒരു കളി KL രാഹുലും മറ്റെന്തോ കളിച്ചു, അത് ഒരു വലിയൊരു ജയം കൊണ്ടുവരുന്നൊരു കളിയുമല്ലായിരുന്നു. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് ബാംഗ്ലൂരിന് വലിയ ചലഞ്ചിങ് ആയിട്ട് ഇനിയും വരുന്നത് പഞ്ചാബുമായിട്ടുള്ള കളിയേ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി പഞ്ചാബായിട്ട് നാളെ ഇപ്പോൾ പഞ്ചാബായിട്ടുണ്ടല്ലോ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഡൽഹി ഇപ്പോൾ ചമീര അവരുടെ ബെഞ്ചിലിരിക്കുന്നുണ്ട്. ചമീർ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അപ്പ് ഫ്രണ്ട് ഒരു ബോളറിനെ വേണമെങ്കിൽ ചമീറെ യൂസ് ചെയ്യാം, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നു അല്ലാതെ ചെയ്യുമെന്ന്. ഇപ്പോൾ അവർ ഇപ്പോൾ എന്താ 10 മണി സംഖ്യയെ തന്നെ കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ചാൻസ്. അവരുടെ ബാറ്റിംഗ് ഓർഡറാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത്. സ്റ്റബ്സ് കുറച്ചും കൂടെ ഒരു മുകളിലേക്ക് കയറി കളിക്കണമെന്നുള്ളതാണ് ബേസിക്കലി അവരുടെ ഒരു. പിന്നെ KL രാഹുലിൻ്റെ ഈ പറഞ്ഞ ഗില്ലിൻ്റെ ഒരു പ്രശ്നം KL രാഹുലിനും ഉള്ളതായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. KL രാഹുൽ അവിടെ കളിക്കുമ്പോൾ അതിൻ്റെ കൂടെ കളിക്കുന്ന ആൾ നല്ല എക്സ്പ്ലോസീവായിട്ട് കളിച്ചേ പറ്റത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ആ സ്കോറിങ് സ്വാഭാവികമായിട്ടും സ്ലോ ആവും. അത് KL രാഹുലിൻ്റെ ശൈലി അങ്ങനെയാണ്. നാളത്തെ പ്ലേയിങ്ങിൽ അവിടെ DC നല്ല ചേഞ്ചസ് കൊണ്ടുവരും. അത് കൊണ്ടുവന്നേ അവർക്ക് വേറെ നിർവാഹമില്ലാതായി. ഇപ്പം ഒന്നെങ്കിൽ അവർ ഈ പറഞ്ഞോട്ട് പൃഥ്വി ഷാ ഓപ്പണിംഗ് ഇറക്കും, അല്ലെ അഭിഷേക് പുറലിനെ ഓപ്പണിംഗ് ഇറക്കും അലോങ് വിത്ത് KL രാഹുൽ. ഈ പറയുന്ന പോലെ ഈ 10 നിസിംഗയ്ക്ക് പകരം ഒന്നെങ്കിൽ ഈ കയൽ ജെയിംസണോ അല്ലെന്നുണ്ടെങ്കിൽ ചമീരയോ ന്യൂ ബോൾ ഓപ്പറേറ്ററായിട്ട് ടീമിൽ വരും. അതല്ലാതെ അവർക്ക് മുന്നോട്ട് പോലും ഭയങ്കര ബുദ്ധിമുട്ടാവും. മുകേഷ് കുമാർ പുറത്ത് പോയിക്കൊണ്ട് ഈ ഏതെങ്കിലും ഫാസ്റ്റ് ബോൾസിൽ ഒരാൾ അകത്ത് കയറി വരും. അല്ലാതെ അവർ മുന്നോട്ട് പോകത്തില്ല ഈ ടീമായിട്ട്. കാരണം അവർക്ക് സ്ട്രൈക്ക് ഫ്രണ്ട് ചെയ്യാൻ പറ്റിയ ബോളറില്ല. ഇപ്പോൾ ഡൽഹിയിലെ നാളെ എനിക്കൊന്ന് ഉച്ചയ്ക്കാണ് കളി, നാളെ ഉച്ചയ്ക്കോ കളി. അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ഡൽഹിക്ക് സത്യം പറഞ്ഞാൽ. ഉച്ചയ്ക്ക് ഡൽഹി ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്ന ഒരു ടച്ച് സ്ലോവർ ആയിരിക്കും. ഇപ്പോൾ പഞ്ചാബിനെതിരെയുള്ള ബാറ്റ്സ്മാരാണെങ്കിൽ അവരെല്ലാം ഇച്ചിരി പേസ് ഇഷ്ടപ്പെടുന്ന ആളാണ് ബോളിൽ. അവർക്ക് ആ ക്യാരി, ബൗൺസ്, സ്പീഡ് വേണം. അതായത് ബാറ്റിലേക്ക് ബോൾ വരണം അവർക്ക് അടിക്കണം എന്നുണ്ടെങ്കിൽ. പക്ഷേ ഒരു ട്രിക്കി പിച്ചിൽ പഞ്ചാബ് കളിക്കത്തില്ല. നേരെ മറിച്ച് ഡൽഹിയിലാണെങ്കിൽ ഉച്ചയ്ക്കത്തെ കളി വേണമെങ്കിൽ ഇച്ചിരി ട്രിക്കി ആയിരിക്കും പിച്ച്. ഇപ്പുറത്തെ സൈഡ് നോക്കി അങ്ങനെയുള്ള പിച്ചിൽ എക്സ്പേർട്സ് ഉണ്ട്. ഈ പറഞ്ഞിട്ട് സ്റ്റബ്സ് ആണെന്നുണ്ടെങ്കിലും രാഹുൽ ആണെന്നുണ്ടെങ്കിലും അക്ഷർ പട്ടേൽ ആണെന്നുണ്ടെങ്കിലും മില്ലർ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഈ ബുദ്ധിമുട്ടുള്ള ഗ്രൗണ്ടുകളിലൊക്കെ കളിക്കാൻ ഇച്ചിരിയുടെ എക്സ്പീരിയൻസ് ആയിട്ട് ആൾക്കാരാണ്. പക്ഷെ അത് ഇപ്പുറത്ത് പഞ്ചാബിൻ്റെ സൈഡിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇതിപ്പോൾ നൈറ്റ് ഗെയിം ആയിരുന്നെങ്കിൽ ഈസിലി വാക്ക് ഓവർ ആയേനും പഞ്ചാബിന്. പക്ഷേ ഇത് ഡേ ഗെയിം ആയതുകൊണ്ട് ഒരു 50-50 ചാൻസ് ആണ് ആർക്കും ജയിക്കാം. പക്ഷേ ഇന്ന ചേഞ്ചസ് മസ്റ്റായിട്ട് ഡൽഹി കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോലും നടക്കത്തില്ല. പഞ്ചാബിനകത്തിൽ യാതൊരു മാറ്റവും എനിക്ക് തോന്നുന്നില്ല. സെയിം പ്ലേയിങ് ലെവനായിട്ട് അവർ ഇറങ്ങും. ഈ ബോളിങ്ങിൽ എന്തെങ്കിലും ഇതുണ്ടോ? ഇപ്പോൾ ഈ ഒരു പിച്ചിൻ്റെ കണ്ടീഷൻസിൽ ഡൽഹിയുടെ ബോളിംഗ് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവും. ഇപ്പോൾ തീർച്ചയായിട്ടും എങ്കിഡിക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഞ്ചാബിൽ അത് വൈശാഖ് വിജയകുമാർ, അത് ആ സിമിലർ കൈൻഡ് ഓഫ് ഒരു സ്ലോവേഴ്സ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ബോളർ അവിടെയുണ്ട്. സോ ബോളിങ്ങിൽ ഈ കണ്ടീഷനിൽ ആർക്കാണ് കുറച്ചും കൂടെ ഫേവർ ചെയ്യുന്നത് ഈ ഒരു പിച്ച് കണ്ടീഷൻ? ബോളിങ്ങിൽ ലൈനപ്പിൽ എനിക്ക് തോന്നുന്നു പഞ്ചാബിനെക്കാട്ടിൽ കൂടുതൽ ഫേവർ ചെയ്യാൻ ചാൻസ് ഡൽഹിയെ തന്നെയാണ്. കാരണം കുൽദീപ് ആണെങ്കിലും അക്ഷർ പട്ടേലൊക്കെ ഇതിൻ്റെ വലിയ വലിയ വില്ലാളി വീരനാണ്. ഇങ്ങനത്തെ പിച്ചിൽ ഒരു സ്ലോ ട്രാക്ക് കിട്ടിക്കഴിഞ്ഞാൽ, സ്ലോ ട്രാക്ക് ആണോ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഡൽഹിയിൽ ബ്ലാക്ക് സോയിലും സ്ലോ ട്രാക്ക് കൂടെ ആണെന്നുണ്ടെങ്കിൽ അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ്, ലൊങ്കി ഇങ്കിഡിയൊക്കെ കയറി ഇറങ്ങും. പക്ഷേ അപ്പുറത്തെ സംബന്ധിച്ച് വൈശാഖ് വിജയകുമാറും യുശ്വേന്ദ്ര ചഹലും മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് ഇപ്പോഴത്തെ ബാറ്റ്സ്മാൻമാർ ഇങ്ങനത്തെ പിച്ചിൽ കളിച്ച് പരിചയമുള്ളവരാണ്. അപ്പുറത്ത് അത്ര പരിചയസമ്പന്നമുള്ളവർ ഇല്ലെന്നും വേണമെങ്കിൽ പറയാം. അപ്പം ആ ഒരു അഡ്വാൻറ്റേജ് ഡൽഹിക്കുണ്ട്. അത് മാത്രമാണ് ഡൽഹിക്കുള്ള അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ ക്വിക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 50-50 ആണ് പറഞ്ഞത് ഡൽഹി വേഴ്സസ് പഞ്ചാബ് മാച്ച്. എനിക്ക് ഡൽഹി ജയിക്കണമെന്നാണ് ആഗ്രഹം. എന്തെങ്കിലും അവർ മെയിനായിട്ട് അവരുടെ ബാറ്റിംഗ് ഓർഡറിലും ടീമിലും അവർ കുറച്ച് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഡൽഹി ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എനിക്കൊരു ക്ലിയർ ആയിട്ടൊരു എഡ്ജ് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. ഇപ്പോൾ വരുന്ന ഒരു ഫോം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോജിക്കലി പഞ്ചാബിന് തന്നെയാണ് എഡ്ജ്. പിന്നെ ഈ സാഹചര്യം മുതലെടുത്ത് ഡൽഹി തിരിച്ചു വന്നാൽ, അല്ലെങ്കിൽ അവരുടെ ചേഞ്ചസ് കണ്ടീഷൻസ് വെച്ചിട്ട് അവർ ഇത് ചെയ്താലുള്ളൂ. നമുക്ക് ക്വിക്കായിട്ട് അടുത്ത മാച്ചിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ RR വേഴ്സസ് SRH ആണ് മാച്ച് വരുന്നത്. RRൻ്റെ ഹോം ഗ്രൗണ്ടാണ്.
അപ്പോൾ ആറാണ് അവസാനം. ആ, ആം, രണ്ടും എക്സ്പ്ലോസീവായിട്ട് കളിക്കുന്ന രണ്ട് ടീമുകൾ. ഓപ്പണിംഗ് പേഴ്സ് രണ്ട് ടീമിലും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ് രണ്ടുപേരും ഓപ്പൺ ചെയ്യുന്നത്. സോ അങ്ങനെയൊക്കെയുള്ള പ്രത്യേകത ഉണ്ട്. അപ്പോൾ ആർക്കാണ് ചാൻസസ് കൂടുതൽ ഈ ഒരു ഇത് ഇതിൽ? ഇത് നാളത്തെ കളിയിൽ കമൻസ് തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. എന്നിരുന്നാൽ തന്നെയും ഈ കളി ആര് ജയിക്കും തോക്കും എന്ന് പറയുന്നത് 2 ഓവറിൽ നിന്നറിയാം. ജോഫ്ര ആർച്ചറിൻ്റെ 1-ാമത്തെ ഓവറും ജോഫ്ര ആർച്ചറിൻ്റെ 3-ാമത്തെ ഓവറും അവിടെ ഇരിക്കുകയാണ് കളി. അല്ലാതെ ഇപ്പോൾ ഈ രണ്ടുപേരെ ബാറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് ഓർഡർ ഹെവി ലോഡർ ആണ്. ഈ പറയുന്ന പോലെ ആ, ആരൊക്കെയാ, ജയ്സ്വാൾ ആണെന്നുണ്ടെങ്കിലും വൈഭവ് സൂര്യവംശി ആണെന്നുണ്ടെങ്കിലും ധ്രുജൂർ ആണെങ്കിലും ഇപ്പുറത്ത് അതേപോലെ തന്നെ അഭിഷേക് ശർമ്മ ഹെഡ്, ഇഷാൻ കിഷൻ എന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇച്ചിരൂടെ മിഡിൽ ഓർഡർ സ്ട്രോങ് RRനെക്കാട്ടിലും നമ്മുടെ സൺറൈസേഴ്സിനാണ് കറണ്ട് ഫോമിൽ. ഇഷാൻ കിഷൻ ആയാലും നിതീഷ് കുമാർ റെഡ്ഡി ആണെന്നുണ്ടെങ്കിലും ഹെൻറി ക്ലാസൻ ആണെന്നുണ്ടെങ്കിലും അവർ എല്ലാം ഈ ടോപ്പ് 5-നകത്തിൽ റൺ ചേസിനകത്ത് നിൽക്കുന്നവരാണ്. ക്ലാസൻ ആണെന്നുണ്ടെങ്കിലും ഇഷാൻ കിഷനൊക്കെ ആണെങ്കിലും അഭിഷേക് ശർമ്മയാണെങ്കിലും. പക്ഷേ ഇപ്പുറത്ത് ഈ അത് കാണാൻ പറ്റുന്നില്ല. ഈ വൈഭവ് സൂര്യവംശിയും ജയ്സ്വാളും അടിക്കാത്ത കളികളൊന്നും അവർ ജയിക്കുന്നതായിട്ടൊരു രീതിയിൽ വരുന്നില്ല. പക്ഷേ ഇന്നലത്തെ കളി എക്സെപ്ഷണലാണ്. അതൊരു ബോളിംഗ് ബ്രില്യൻസ് ആണ്. അതേകൂട്ട് LSCയുടെ ബ്ലണ്ടറുമാണ്. പക്ഷെ അത് ഈ SRHൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അവരത്ര പൂറായിട്ടായിരിക്കത്തില്ല കളിക്കുന്നത്. രണ്ട് ടീമും ഈക്വലാണ് ഓൺ ലെങ്ത്. പക്ഷേ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് മിഡിൽ ഓർഡറിൽ SRH ഈസ് ഫാർ മോർ ബെറ്റർ ദാൻ RR. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് രണ്ട് ടീമും കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ബാറ്റിങ് തീർച്ചയായിട്ടും SRHന് അഡ്വാൻറ്റേജ് ഉണ്ട്. പ്രത്യേകിച്ചും ക്ലാസൻ നല്ല ഒരു പഴയൊരു ഫോമിലേക്കും ആ ഒരു സ്ട്രൈക്ക് റേറ്റിലും കളിക്കുന്ന ഒരു മിഡിൽ ഓർഡറിൽ ക്ലാസിൻ്റെ കോൺട്രിബ്യൂഷൻ വരുന്നു. അതുപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡി അവിടെ ഇവിടെയായിട്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. സോ അവരുടെ മിഡിൽ ഓർഡറിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. പോരാതെ തന്നെ അവരുടെ ഇപ്പോൾ അഭിഷേക് ശർമ്മ നല്ല ഫോമിൽ കളിക്കുന്നു. ഹെഡ് പതിയെ ഇങ്ങനെ വരുന്നുണ്ട്. ചിലപ്പോൾ എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതും ഒരു ഡ്യൂ ആയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ബാറ്റിങ്ങിൻ്റെ സൈഡിൽ തീർച്ചയായിട്ടും SRH മുന്നിൽ നിൽക്കുമ്പോൾ ബോളിംഗ് പക്ഷേ എക്സെപ്ഷണലി നന്നായിട്ട് തന്നെ RR ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ജോഫ്ര ആർച്ചർ, ബർഗർ, ആ കോമ്പിനേഷൻ ഡെഡ്ലി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സീസണിൽ. സോ അങ്ങനെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുമ്പോൾ SRHനെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു എഡ്ജ് കൂടുതൽ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ തീർച്ചയായിട്ടും RRന് തന്നെയാണ്. രവി ബിഷ്ണോയി നല്ല രീതിയിൽ ബോൾ ചെയ്യുന്നുണ്ട്. ജഡേജ എന്ന് പറയുന്ന എപ്പോഴും ബാങ്കബിൾ ആയിട്ടുള്ളൊരു ലെഫ്റ്റ് ഹാൻഡ് ബോളർ RRൻ്റെ ഭാഗത്തുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് ബോളിങ്ങിൽ RR ടോപ്പിൽ നിൽക്കുമ്പോൾ ബാറ്റിങ്ങിൽ SRH ടോപ്പിൽ നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്താണ് അവിടെ ബോളിങ്ങിനാണോ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവുന്നത് അതോ ബാറ്റ്സ്മാൻമാർക്കാണോ? അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഏത് ടീമിനാണ് കുറച്ച് ഹെൽപ്പ് എന്നുള്ളത്. കുറച്ചുകൂടെ ബാറ്റിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്രാക്കാണത്. അതും ഈ സീസണിലെ ആദ്യത്തെ കളി നടക്കാൻ പോവാണ് അവിടെ. അതുകൊണ്ട് ഫ്രഷ് ട്രാക്കും ആയിരിക്കും. അതുകൊണ്ട് ബാറ്റിംഗ് ലൈക്ക് മേ ബി മോസ്റ്റ് പ്രോബ്ലി ഹൈ സ്കോറിങ് ഗെയിം തന്നെയായിരിക്കും. ഈ ബോളേഴ്സിന് ഞാനിപ്പോൾ ഒരു ആകെപ്പാടെ വിട്ട് നോക്കുന്ന ആർച്ചറിൻ്റെ 2 സ്പെല്ല് ഇനിഷ്യൽ സ്പെല്ലാണ്. പിന്നെ ബോളിങ് എനിക്ക് ഇച്ചിരി കമ്പാരിറ്റീവ്ലി ഹെഡ് ടു ഹെഡ് ആയിട്ടായിട്ട് തോന്നുന്നത്. ടഫ് ഗെയിംസ് ഇവിടെ SRHനും ബോളേഴ്സ് ജയിച്ചു കൊടുത്തിട്ടുണ്ട്. ടഫ് ഗെയിംസ് അവിടെ RRനും ജയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി സ്പിന്നർ എക്സ്പീരിയൻസും അല്ലെ ബോളിംഗ് എക്സ്പീരിയൻസും കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ RR ആണെന്നുണ്ടെങ്കിലും ഇവിടെ കമ്പാരിറ്റീവ്ലി ന്യൂ സൈഡ് ആണെന്നുണ്ടെങ്കിലും അവർ ഈ പറയുന്നത് ഡെലിവർ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കമ്മിൻസും നാളെ വരും. പക്ഷേ ഈ പറയുന്ന മിഡിൽ ഓവർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഫിനിഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി RRനെക്കാട്ടിലും ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 10 for 3 എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും മറികടന്നൊരു 200 എത്തിക്കാൻ RRനെ കൊണ്ട് പറ്റത്തില്ല. നേരെ മറിച്ച് SRHനെ കൊണ്ട് പറ്റും എന്നുള്ളതും ഇതിനകത്തിലൊരു ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടറാണ്. അതിനകത്ത് വേറൊരു കാര്യമുള്ളത്, ഇപ്പോൾ കമ്മിൻസ് വരുവാണെന്നുണ്ടെങ്കിൽ ആര് പുറത്തു പോകും? ഈശാൻ മല്ലിംഗ പുറത്തു പോകും. ഈശാൻ മല്ലിംഗ കഴിഞ്ഞ മാച്ചിൽ ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്ത് ഈശാൻ മല്ലിംഗയെ അവർ പുറത്തിരുത്തി പറ്റും. ഒബിയസ്ലി വേറെ ആരെയും പുറത്തിരുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അതെ 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 അത് തന്നെ ആയിരിക്കും കോൾ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ കമ്മിൻസ് ക്യാപ്റ്റനാണ്. ഇഷാൻ കിഷൻ ജസ്റ്റ് ഒരു സ്റ്റാൻഡിങ് ക്യാപ്റ്റൻ മാത്രമാണ് അവരുടെ. കമ്മിൻസ് വന്നാൽ കമ്മിൻസ് ഈസിലി ചിപ്പിൻ ആവും. അത് ഞാൻ മിസ് ചെയ്തൊരു പോയിന്റാണ്. എൻ്റെ സത്യം പറഞ്ഞാൽ ഫ്രാഞ്ചൈസി എന്ന് വെച്ച് നോക്കുമ്പോൾ SRHനെ സംബന്ധിച്ച് ഇഷാൻ കിഷനെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം കമ്മിൻസ് എത്ര ഈ പരിക്ക് പ്രശ്നങ്ങൾ ഇനി അടുത്ത BGT വരുന്നുണ്ട്. മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ടെസ്റ്റ് മാച്ചസ്, വേൾഡ് കപ്പിലേക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ആകെ കൂടി കമ്മിൻസിൻ്റെ അവൈലബിലിറ്റി, കമ്മിൻസിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഒക്കെ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ച് പതിയെ ഇഷാൻ കിഷൻ ഒന്ന് നല്ല രീതിയിൽ സെറ്റായി വരുന്നുണ്ട്. ഇപ്പോൾ സ്മാറ്റിൻ്റെ ഒരു ചാമ്പ്യൻ ആയതിൻ്റെ ചാമ്പ്യനായതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ ആ റിസൾട്ടും കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ അത് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും
കുറച്ചും കൂടെ ബെറ്റർ. ഇൻ ഫ്യൂച്ചർ എനിക്ക് വേറൊരു അഭിപ്രായമുണ്ട്. ഈ ട്രാവിസ് ഹെഡിനെ മാറ്റിയിട്ട് അവിടെ ഒരു ഓപ്പണർ വേറൊരു പൊസിഷനും കൂടെ അവർ പ്ലാൻ ചെയ്യേണ്ടി വരും മുന്നോട്ട് പോകുമ്പോഴത്തേക്ക്. കാരണം ഈ 3 ലെഫ്റ്റ് ഹാൻഡേഴ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർക്ക് ഭാവിയിൽ അതിന് പ്രശ്നമാണ്. 1, 2, 3 ലെഫ്റ്റ് ഹാൻഡേഴ്സ്, 3 ലെഫ്റ്റ് ഹാൻഡർ എന്നുള്ളത്. കാരണം ഇതിനകത്തിൽ ബെഞ്ചിലിരിക്കുന്ന വേറൊരു ബാറ്റർ എന്ന് പറയുന്നത് സ്മരൻ രവിചന്ദ്രൻ മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന പോലെ ഇഷാൻ മലിംഗയ്ക്കും കളിക്കാം, കമ്മിൻസിനും കളിക്കാം. അവർ 3 ഫോറിൻ പ്ലേയേഴ്സിനെ കൊണ്ടാണ് കഴിഞ്ഞ കളി കളിച്ചത്. അപ്പോൾ അവർ ഇമ്പാക്ട് ചെയ്യുന്നത് ഇന്ത്യൻ സബ്സ്റ്റിറ്റ്യൂട്ടിനാണ്. ആ ഒരു കോമ്പിനേഷൻ മാറ്റിക്കഴിഞ്ഞാൽ ഇഷാൻ മലിംഗയ്ക്കും കമ്മിൻസിനും കളിക്കാനുള്ള ഓപ്ഷൻസ് അതിനകത്ത് തുറന്നു കിട്ടും. അല്ലാതെ സ്മരൻ രവിചന്ദ്രൻ അല്ലാതെ അതിനകത്തിൽ വേറെ ഒരു ബാറ്റ്സ്മാൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ SRH ലൈനപ്പിൽ ഇല്ല. വേറൊരു ബാറ്റ്സ്മാൻ ഇല്ല, ബാക്കി എല്ലാവർക്കും ബോളേഴ്സാണ്. അതാണ് പ്രശ്നം. ഈ ടോപ്പോട്ടുള്ളവരൊക്കെ പരിക്ക് പറ്റി കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യാൻ ബാറ്റ്സ്മാൻ ഇല്ല SRHൻ്റെ കയ്യിൽ. അതെ, അങ്ങനെ ഒരു കേസുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു ഫൈനൽ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ ഒരു താല്പര്യത്തിനനുസരിച്ച് എനിക്ക് SRH ജയിക്കണമെന്നാണ് ആഗ്രഹം. ലോജിക്കലി നോക്കുമ്പോഴും SRH ജയിക്കാനുള്ള സാധ്യത ഒരു സ്ലൈറ്റ് എഡ്ജ് SRHനുള്ള പോലെ തോന്നുന്നത് അല്ലേ? അതെ അതെ, എനിക്ക് തന്നെയാണ് തോന്നുന്നത്. അൺലെസ് ആൻഡ് അതർവൈസ് നമ്മുടെ ഉണ്ണിക്കുട്ടൻ എടുത്തിട്ട് അലക്കി കഴിഞ്ഞാൽ അലക്കില്ലെങ്കിൽ കളി മാറും. തൊട്ടതും ലഡു പുള്ളി തിന്നില്ലെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കളി പോയി കുത്തിയിരുന്ന് കരയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കളിയിലാന്ന് തോന്നുന്നു പെട്ടെന്ന് ഔട്ടായി. സ്ട്രൈക്ക് റേറ്റ് ഇന്ന് വരെ വൈഭവ് സൂര്യവംശി ഈ ഒരു രീതിയിൽ കളിക്കുന്നത് കണ്ടിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നിർത്തി ഒന്ന് വെള്ളം കുടിപ്പിച്ചായിരുന്നു മോഷിൻ ഖാൻ. ഇപ്പോൾ സ്ട്രൈക്ക് റേറ്റ് വളരെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ വാശിയിൽ വന്നിട്ട് ഒരു അടി അടിച്ചിട്ട് എങ്ങാനും മാറിക്കഴിഞ്ഞാൽ കളി മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോഴും പറഞ്ഞൊരു ഹോം അഡ്വാൻറ്റേജ് ഉണ്ടാവത്തില്ല. കാരണം രണ്ടുപേരും ഇപ്പോൾ തന്നെയാണ് അവിടെ കളിക്കാൻ പോകുന്നത്. ഇപ്പോൾ ബാംഗ്ലൂരിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ സീസൺ എന്ന് പറയുന്നത് ബാംഗ്ലൂർ നല്ല ഹോം അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് 7 കളിയിൽ ഇപ്പോൾ നടന്ന 7 കളിയിൽ 5 എണ്ണം ബാംഗ്ലൂർ ഹോമിൽ തന്നെ കളിച്ചത്. അപ്പോൾ അത്ര ഹോമുമായിട്ട് അടുത്ത് നിൽക്കുന്നുണ്ട്. അവിടെ തന്നെ പ്രാക്ടീസ് എന്നും കളിച്ച് ആ ഒരു ഹോം ഫ്രണ്ട്ലി ആയി. അതുകൊണ്ട് മാത്രമാണ് ഈ 5-4 ജയിച്ചത്. പക്ഷെ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ജയ്പൂരിൽ രാജസ്ഥാനും ഇല്ല, ലക്നൌവിലും ഇല്ല. രണ്ടും അവരുടെ ഫ്രഷേഴ്സ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആർക്കും പഞ്ചാബിനും. ഓക്കെ, അപ്പോൾ എന്തായാലും നാളെ ഈ റയാൻ പരാഗിൻ്റെ ക്യാപ്റ്റൻസി തീർച്ചയായിട്ടും കീനായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്കത് ഡിസ്കസ് ചെയ്യണം നാളെ. കാരണം ഈ ഒരു സീസണിൽ ആദ്യത്തെ കുറച്ച് ഇമ്പ്രസീവായിട്ടൊക്കെ വന്നു. പിന്നീട് ഇവർക്ക് നല്ല രീതിയിലൊരു ഹെൽപ്പ് ഈ ആർച്ചറിൻ്റെയും ബർഗറിൻ്റെയും സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വൈഭവ് സൂര്യവംശി എന്ന് പറഞ്ഞൊരു ചീറ്റ് കോഡുകളുള്ളതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ക്യാപ്റ്റൻസി വൈസ് തീർച്ചയായിട്ടും ഇനി മുന്നോട്ട് പോകുമ്പോൾ ടെസ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇങ്ങനെ എസ്കേപ്പായി പോകുന്നുണ്ട്. അപ്പോൾ നാളത്തെ മാച്ചിൽ തീർച്ചയായിട്ടും ഞാൻ ഉറ്റുനോക്കുന്നൊരു കാര്യം അതും കൂടെയാണ്, എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത്. ഒക്കെ IPL 3 ക്യാപ്റ്റന്മാരേ ഉള്ളൂ പെർഫോം ചെയ്യുന്നത്. ബാക്കി 7 ക്യാപ്റ്റന്മാരെയും ടീം ചുമക്കുക. അതായത് രജത് പടിദാർ, ശ്രേയസ് അയ്യർ, ഇഷാൻ കിഷൻ, അവരെ 3 പേരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി 10 ടീമിൻ്റെ 7 ക്യാപ്റ്റന്മാരെയും ചുമ്മാ ചുമക്കുക എല്ലാ ടീമും. അവരുടെ സ്റ്റാറ്റ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാവും. ഋതുരാജിനെ ആണെന്നുണ്ടെങ്കിലും അതായത് ക്യാപ്റ്റൻ ആയിക്കൊണ്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് അവരിപ്പോൾ ടീമിൽ നിൽക്കുന്നത്. റയാൻ പാരഗിൻ്റെ ഈ റീസെൻറ്റ് ഫോം എന്ന് പറയുന്നത് ഫാൻസി നമ്പർ ഇട്ടിരിക്കും 100 അത് നമ്മൾ വായിച്ചിരുന്നില്ലേ, അതേപോലെ ഇരിക്കും. ബാക്കി റെഹാനയാണെന്നുണ്ടെങ്കിലും ബാക്കി 7 ടീമിൻ്റെ ക്യാപ്റ്റന്മാർ ഒരു ബോർഡനാണ് അവർക്ക്. ഈ 3 പേരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ കയ്യാലപ്പുറത്തിരിക്കുന്ന ഒരു തേങ്ങയുണ്ട്, അക്സർ പട്ടേൽ ചിലപ്പോൾ എക്സ്പീരിയൻസിന്റെ ബലത്തിൽ അങ്ങനെ നല്ല രീതിയിൽ വരും, ചില സമയത്ത് പൊട്ടത്തരങ്ങൾ കാണിക്കുകയും ചെയ്യും. സോ അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് നാളത്തെ മാച്ചസിന് ശേഷം നമുക്കിത് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ മാച്ച് എന്തായാലും ഒരു എൻ്റർടൈനിങ് ആയിരുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണാം. അരുൺ ബ്രോ തീർച്ചയായിട്ടും നമുക്ക് ഇൻഡെപ്ത് ആയിട്ടുള്ള ക്രിക്കറ്റ് ഡിസ്കഷനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് ഈ ഒരു ചാനലുണ്ടാവും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കുറച്ച് കാണുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ലൈക്സും കമൻസും ഒക്കെ വെച്ചിട്ട് എൻഗേജ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയ ചാനലായതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് നമുക്ക് ഗ്രോ ചെയ്യാനായിട്ട് അത് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഓക്കെ, ബൈ അരുൺ ബ്രോ. അപ്പോൾ നാളെ നമുക്ക് കാണാം. ഈ പറയുന്ന ഒരു കാര്യം കൂടെ ആഡ് ഓൺ ചെയ്യാണ്. ഈ പറയുന്ന ആൾക്കാർ കാണുന്നവർക്ക് ആരെയാണ് നിങ്ങൾക്ക് ഡീകോഡ് ചെയ്യാൻ ഇഷ്ടം, അതായത് നെക്സ്റ്റ് നിങ്ങളുടെ ഫേവറേറ്റ് ഗെയിം ഓപ്പോണൻറ്റ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോണൻറ്റ് ടീമിൽ ആരെയാണ് നിങ്ങൾക്ക് ഡീകോഡ് ചെയ്യാൻ ഇഷ്ടം എന്നുള്ള ഒരാളുടെ പേര് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് വീക്ക്നെസ് സ്ട്രെങ്ത് എന്നുള്ള രീതിയിൽ നമ്മൾ അതിന് തീർച്ചയായിട്ടും റിപ്ലൈയും അല്ലെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആക്റ്റീവ്ലി എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ. താങ്ക് യു.
അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ മുംബൈ ഇന്ത്യൻസിന്റെ ഒരു ഫാൻ, ഏതെങ്കിലും ടീമുകളുടെ ഒരു ഫാൻസിനെ നമ്മൾ ആഡ് ചെയ്തിട്ട് സംസാരിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു ഡൈഹാർഡ് മുംബൈ ഇന്ത്യൻ ഫാനിനെയാണ്. അപ്പോൾ കാരണം ഈ ഒരു വലിയൊരു മിസ്റ്ററിയാണ്. ഇത്രയും നല്ലൊരു ടീം വെച്ചിട്ട് ഇവർ എങ്ങനെ ഈ പൊസിഷനിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നു, അത് ഡിസ്കസ് ചെയ്യാൻ ഒരു മുംബൈ ഇന്ത്യൻ ഫാനിനെ നമ്മൾ തീർച്ചയായിട്ടും കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഏതെങ്കിലും മുംബൈ ഇന്ത്യൻസ് ഫാൻസ് ഉണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ പണ്ട് തൊട്ട് ഈ ടീമിനെ അറിയാവുന്ന പഴയ പെർഫോമൻസും അവിടുന്ന് ഈ നാൾ വഴികൾ അറിയാവുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും DM ചെയ്യാം. മല്ലു സ്പെക്ടേറ്ററിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് കണക്ട് ചെയ്തിട്ട് ഒരു വീഡിയോയിൽ അതിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ ഈ അവസ്ഥയെ പറ്റി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ തീർച്ചയായിട്ടും ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബൈ. ചെയ്യും. ബൈ.